ഈ സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LDC 2024 കൊല്ലം കണ്ണൂർ ജില്ലകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നോക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി ചെയ്തത് ചാനലിൽ കിടപ്പുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇത് സെക്കൻഡ് പാർട്ടാണ്. 25 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ഭാഗത്ത് കവർ ചെയ്തത്. 26ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്കൊന്ന് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ട്രിവാൻഡ്രം LDCയിലും ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിന്റെ അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി എക്സാം എഴുതാൻ പോകുന്നവരും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൻ്റെ ഒക്കെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നോക്കാം. കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. അത് ശരിയാണ്. അതായത് ഒരു ചെയർപേഴ്സൺ കാണും, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു അംഗം കാണും, അത് ഒരു ജഡ്ജായിരിക്കും. പിന്നെ 3 അംഗങ്ങൾ കാണും. ആ 3 അംഗങ്ങളിൽ ഒരാൾ വിമൺ ആയിരിക്കണം. ഈ ഒരു മനുഷ്യാവകാശ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള ഒരാളായിരിക്കും. 3 പേരുണ്ടാവണം. അതിൽ ഒരാൾ ലേഡി ആയിരിക്കണം. അങ്ങനെ ടോട്ടൽ 5 പേര് വേണം എന്നുള്ളതാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ്. അത് ശരിയാണ്. അപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു മുൻ ജഡ്ജി വേണം എന്നുള്ളത് ഓക്കെയാണ്, അതും ശരിയാണ്. ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. അത് തെറ്റാണ്. ഹൈക്കോടതിയുടെ കേസ് വരുമ്പോൾ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ് അല്ല വേണ്ടത്. ഹൈക്കോടതിയുടെ ഒരു മുൻ ചീഫ് ജസ്റ്റിസ് ആണ് വേണ്ടത്. ഒരു ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായിട്ട് വേണ്ടത്. അതായത് ഒരു ചെയർമാൻ, പിന്നെ രണ്ടാമതായിട്ട് വേണ്ട അംഗം ഒന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു മുൻ ജഡ്ജി, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഒരു മുൻ ചീഫ് ജസ്റ്റിസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് രണ്ടാമത്തെ അംഗത്തിന് വേണ്ട ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ സൈഡിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് നോക്കാം. 1 member who is or has been a judge of Supreme Court of India and 1 member who is or has been the Chief Justice of High Court. അതായത് ഒന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്, അതായത് ഇപ്പം നിലവിലെ ജഡ്ജോ അല്ലെങ്കിൽ ഒരു മുൻ ജഡ്ജോ, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ മുൻ ചീഫ് ജസ്റ്റിസോ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത് ഇതുകൊണ്ടാണ്. അതിൽ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല മുൻ ചീഫ് ജസ്റ്റിസ് ആണ് വേണ്ടത്. ഇനി പിന്നെ അടുത്ത മെമ്പർ ഏതാണ്? 3 മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനെ നോക്കാം. 3 members out of which at least one shall be a woman to be appointed from amongst persons having knowledge or practical experience in matters relating to human rights. അതായത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട മുൻ പ്രവൃത്തി പരിചയമുള്ള ആളുകളിൽ നിന്ന് ഒരു 3 പേരെ തിരഞ്ഞെടുക്കണം. അതിൽ ഒരാൾ എന്തായാലും ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ് ശരി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തത്, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ നിലവിലുള്ള സിസ്റ്റം ആണ്. അതായത് അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്ക് നോക്കാം ഓരോന്ന് എന്താന്ന്. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ചു വോട്ടുകളും ലഭിക്കാം. അതിപ്പോ ഇന്ത്യയിലൊക്കെ നിങ്ങൾ കാണുന്ന സിസ്റ്റം ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്ക് വോട്ട് കുറവാണ് കിട്ടിയതെങ്കിലും ചിലപ്പോൾ ആ പാർട്ടിയുടെ ആളുകൾക്കുള്ള പാർലമെന്റിൽ സീറ്റുകൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, അതായത് വോട്ട് കുറഞ്ഞു കിട്ടിയാലും ചിലപ്പോൾ ആ പാർട്ടിക്ക് പാർലമെന്റിൽ സീറ്റ് കൂടുതലായിരിക്കാം. അപ്പോൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അത് ശരിയാണ്. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. അത് തെറ്റാണ്. ഇപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ഒരു പാർട്ടിക്ക് വോട്ട് കുറഞ്ഞ് കിട്ടിയാലും സീറ്റുകൾ പാർലമെന്റിൽ കൂടുതൽ കിട്ടാം. അപ്പൊ അത് ശരിയായതുകൊണ്ട് തന്നെ ഇത് രണ്ടും തുല്യമാവുന്ന ഒരു അവസ്ഥ കേവല ഭൂരിപക്ഷത്തിൽ നടക്കില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തത്, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അത് ശരിയാണ്. അപ്പൊ ഇന്ത്യയിലും ബ്രിട്ടനിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഏത്?
അബ്സല്യൂട്ട് മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം. അപ്പൊ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു നോക്കുക. കേവല ഭൂരിപക്ഷം എന്താണെന്നുള്ളതാണ് പറയണത്. കേവല ഭൂരിപക്ഷം എന്നത് ഹൗസിന്റെ മൊത്തം അംഗത്വത്തിന്റെ 50% വരുന്ന ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മുടെ ഇപ്പൊ പാർലമെന്റിലാണെങ്കിൽ ആ പാർലമെന്റിലെ ടോട്ടൽ ഒരു അംഗത്വം ഉണ്ടാവില്ല, ടോട്ടൽ മെമ്പേഴ്സ് ഉണ്ടാവും. ആ ഒരു മൊത്തം മെമ്പേഴ്സിന്റെ 50% കൂടുതൽ വരുന്ന ആ ഒരു സംഖ്യയാണ് അല്ലെങ്കിൽ ആ ഒരു എണ്ണമാണ് കേവല ഭൂരിപക്ഷമായിട്ട് വരിക. ഇപ്പൊ നമ്മുടെ കേസിൽ ലോകസഭയുടെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 545 അപ്പൊ അവിടുത്തെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതിന്റെ 50% കൂടുതൽ, അതായത് 50% കൂടെ ഒന്ന് കൂട്ടുക. അപ്പൊ 545ന്റെ 50% കൂടുതൽ എന്ന് പറയുമ്പോൾ 273 ലോകസഭയുടെ എന്ത് വരിക, കേവല ഭൂരിപക്ഷം വരിക. അപ്പൊ 50% മൊത്തം അംഗസംഖ്യയുടെ 50% കൂടുതലിനെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയാ. ലോകസഭയുടെ കേസിൽ 545 ആകെ അംഗസംഖ്യ. അപ്പൊ അതിന്റെ 50% കൂടുതൽ എന്ന് പറയുമ്പോൾ 273 ലോകസഭയുടെ കേവല ഭൂരിപക്ഷം വരുന്നത്. ഓക്കെ, അപ്പൊ അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ ഇവിടുത്തെ കേസിൽ ആൻസർ വരുന്നത് ശരിയായ പ്രസ്താവന ചോദിച്ചതുകൊണ്ട് ഓപ്ഷൻ എ ആണ് 1, 3 ഈ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരിയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരമാണ്. അതും ശരിയാണ്. അതായത് ഇപ്പോ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രത്യേക പവർ ഒന്നും കൊടുത്തിട്ടില്ല. അവർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള അംഗങ്ങൾക്കും തുല്യ അധികാരമാണ് കൊടുത്തേക്കണം. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതും ശരിയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ശരിയായ പ്രസ്താവന 3 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ശരിയാണ്. 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് വരുന്ന ഉപരാഷ്ട്രപതിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും ശരിയാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോകസഭയുടെ അധ്യക്ഷനെ വിളിക്കുന്നത് സ്പീക്കർ എന്നാണ്. ഓക്കെ, അപ്പൊ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് ബൈ ഡീഫോൾട്ട് വരുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അത് തെറ്റാണ്. കാരണം ഉപരാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളും രാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് എന്താണ് ആ വ്യത്യാസം എന്നുള്ളതൊന്ന് നോക്കാം. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജും താഴെ പറയുന്ന 2 കാര്യങ്ങളിൽ വ്യത്യസ്തമാണ്. എന്തൊക്കെയാണത്? പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടും. ഏതില്? ഉപരാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജില് പാർലമെന്റിലേക്ക് വന്ന തിരഞ്ഞെടുത്ത അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഉപരാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാവും. പക്ഷേ പ്രസിഡന്റിന്റെ കാര്യത്തിലാകെ തിരഞ്ഞെടുത്ത അംഗങ്ങൾ മാത്രം, അതായത് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത അംഗങ്ങൾ മാത്രമായിരിക്കും രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിലുള്ള ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാവുക. ഇനി അടുത്ത വ്യത്യാസം എന്താണെന്ന് നോക്കാം. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ പ്രസിഡന്റിന്റെ കാര്യത്തിൽ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജിൽ ആരുണ്ടാവും? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുത്ത അംഗങ്ങൾ ഉണ്ടാവും. തിരഞ്ഞെടുത്ത് വന്ന അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പിലൂടെ വന്ന അംഗങ്ങൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലുള്ള ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാവും. പക്ഷെ ആ ഒരു സംസ്ഥാന നിയമസഭകളിലെ ഒരംഗങ്ങളും ഏതിലുണ്ടാവില്ല? ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഇലക്ട്രൽ കോളേജ് ഓഫ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് ഒരേപോലെയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. അതായത് 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ് എന്നുള്ളതാണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തത് പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 73-ാം ഭേദഗതിയിലാണ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയുന്നത്. അത് ശരിയാണ്. 12-ാം ഷെഡ്യൂളിൽ 73-ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇവർ പറയുന്നത് 73-ാം ഭേദഗതി പ്രകാരം 12-ാം ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടു എന്നാണ്. അല്ല, 74-ാം ഭേദഗതി പ്രകാരമാണ് 12-ാം ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടത്. 73-ാം ഭേദഗതി പ്രകാരം 11-ാം ഷെഡ്യൂളാണ് ചേർത്തത്. അപ്പോൾ 73-ാം ഭേദഗതി പ്രകാരം 11-ാം ഷെഡ്യൂളും 74-ാം ഭേദഗതി പ്രകാരം 12-ാം ഷെഡ്യൂളും ചേർത്തു. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ആ ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നതും 3 ടയർ ഗവർണൻസ് അത് പറയുന്നതും ഏതാണ്? ഈ ഒരു 73-ാം ഭേദഗതിയിലാണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയേ. 1992-ലെ 74-ാം ഭേദഗതി നിയമത്തിലൂടെ 12-ാം ഷെഡ്യൂൾ ചേർത്തു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 73 അപ്പൊ അതുകൊണ്ടാണ് തെറ്റായത്. ഇന്ത്യൻ ഭരണഘടനയുടെ 12-ാം ഷെഡ്യൂളിൽ മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തത് തെറ്റ് വന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, 2 തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അത് കറക്റ്റാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ്. അതായത് ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിൽ റവന്യൂ വകുപ്പിലാണ് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അതും ശരിയാണ്. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ നോക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റും ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഡയറക്ടർ രാഹുൽ നവീൻ ആണെന്നുള്ള കറണ്ട് അഫെയർ വന്നിട്ടുണ്ട്. അപ്പോൾ മുൻപ് LDC ട്രിവാൻഡ്രത്തിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെ തന്നെയായിരുന്നു. അതായത് കറണ്ട് അഫെയറും ഫാക്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അവരൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാക്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അതിന്റെ കറണ്ട് അഫെയറും നോക്കുക, അതിന്റെ ബേസിക് ഫാക്ട്സും പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. ശരിയാണ്, നിയമിക്കുന്നത് ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ശരിയാണ്. അതായത് മുഖ്യമന്ത്രി പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ ബാക്കി മന്ത്രിമാരെ അഥവാ മന്ത്രിസഭയെ നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ട ഉത്തരവാദിത്വമുണ്ട്. അത് തെറ്റാണ്. മന്ത്രിസഭ ആർക്കാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? മന്ത്രിസഭ ആ ഒരു സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മന്ത്രിസഭയ്ക്ക് ഗവർണറോടല്ല ഉത്തരവാദിത്വം. ആർക്കാണ്? മന്ത്രിസഭയ്ക്ക് ആ സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ സഭയോടാണ് കൂട്ട ഉത്തരവാദിത്വം ഉള്ളത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മന്ത്രിസഭയ്ക്ക് സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയോട് കൂട്ട ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ശരിയായത് ഏതെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഡി വരും. ഓൺലി 1 and 2, 1ഉം 2ഉമാണ് ശരി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അടുത്തത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് പറയും അഥവാ കേന്ദ്ര മന്ത്രിസഭ പറയും ആരെ ഗവർണറായിട്ട് നിയമിക്കണമെന്ന്. അങ്ങനെ പറയുമ്പോൾ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. ഇല്ല, ഭരണകാര്യങ്ങളിൽ ഒരു വിധത്തിലുള്ള സഹായവും ഗവർണർ മുഖ്യമന്ത്രിക്ക് ചെയ്തു കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം നിലവിലില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അതായത് നോമിനൽ ഹെഡ് വരുന്നത് ആരാണ്?
ഗവർണറാണ്. അപ്പോൾ സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. അത് നോമിനൽ ഹെഡ്. എക്സിക്യൂട്ടീവ് ഹെഡാണ് ആര്? നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, അത് നമ്മുടെ മനുഷ്യന്റെ ദഹന വ്യവസ്ഥ ചെയ്യും. ചെറിയ തന്മാത്രകളാക്കി മാറ്റും ഭക്ഷണത്തെ. പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യും, അതും മനുഷ്യ ദഹന വ്യവസ്ഥ ചെയ്യും. പിന്നെ ശരീര താപനില നിയന്ത്രിക്കും, അത് നമ്മുടെ മനുഷ്യ ദഹന വ്യവസ്ഥ ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതാണ് ശരിയല്ലാത്തത്, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത്. പിന്നെ ശരീരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യും, അതും ദഹന വ്യവസ്ഥ ചെയ്യുന്നതാണ്. അപ്പോൾ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, ശരീര താപനില നിയന്ത്രിക്കുക. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് ആണ് കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ്. റെയിൻ ഫോറസ്റ്റുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അപൂരിത കൊഴുപ്പ്. അപൂരിത കൊഴുപ്പാണ് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ CRISPR-Cas9 ഏത് മേഖലയിൽ വലിയ പ്രതീക്ഷ നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാൻസർ ചികിത്സയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയാണ് CRISPR-Cas9 എന്ന് പറയുന്നത്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത്? ആൻസർ ഓപ്ഷൻ സി, അയോർട്ട. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഏറ്റവും വലിയ ധമനി അയോർട്ടയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെങ്കി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഓപ്ഷൻ ബി, ഈഡിസ് ഈജിപ്തി. അതും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, സ്വിറ്റ്സർലാൻഡ്. ഇപ്പൊ ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, അതിന്റെ ആസ്ഥാനം വരുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പല ഇന്റർനാഷണൽ സംഘടനകളുടെയും ആസ്ഥാനം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സംഘടനകളുടെയും ആസ്ഥാനം ഇനി വരുന്ന എക്സാമിനുള്ളവർ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒരു ക്ലാസ് വേണം, അതായത് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അവരുടെ ആസ്ഥാനം എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്കതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അഥവാ ജീന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. ഇതിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? നോക്കാം. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്, അതായത് പോളാർ റീജിയൻസിൽ. ഇപ്പൊ പോളാർ റീജിയൻസിൽ ജിയുടെ മൂല്യം ഏറ്റവും കൂടുതലായിരിക്കും, അത് ശരിയാണ്. അതായത് പോളാർ റീജിയനിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സെന്റർ ഓഫ് ദി എർത്ത്, അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് പോൾസിലേക്കുള്ള ദൂരം കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഏറ്റവും കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശം വരുമ്പോൾ ആ ഒരു സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലാവുമ്പോൾ എന്ത് പറ്റും? ആ ഒരു ജിയുടെ മൂല്യം കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ അത് തെറ്റും. എന്താ? ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമല്ല, ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് ജിക്ക് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഭൂമിയുടെ സെന്ററിൽ ജിയുടെ വില 0 ആയിരിക്കും, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3. ഇതാണ് ശരിയായ പ്രസ്താവന. 2 എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അടുത്തത്, h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം, അതായത് h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? അതായത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്ക് വന്ന് അതിന്റെ പകുതി ദൂരം എത്തി. ഓക്കെ, അപ്പോ ആ സമയത്ത് അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും അഥവാ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരെ 1:1. അതായത് പകുതി ദൂരം എത്തി നിൽക്കുമ്പോൾ, എക്സാക്ട്ലി ഹാഫ് ആകുമ്പോൾ അവിടെ തമ്മിലുള്ള, അതായത് അവിടെ സ്ഥിതികോർജം ആ ഒരു പോയിന്റിൽ വരുമ്പോൾ സ്ഥിതികോർജവും ഗതികോർജവും ഈക്വൽ ആയിട്ടാണ് വരിക. ആ ഒരു കറക്റ്റ് സെന്റർ
ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പകുതി ദൂരം എക്സാക്ട്ലി കവർ ചെയ്യുമ്പോൾ അപ്പൊ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും 1:1 ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആവും. സ്ഥിതികോർജം ഗതികോർജം ആ ഒരു ഹാഫ് കറക്റ്റ് ഹാഫിൽ ഈക്വൽ ആവുമ്പോൾ അതിന്റെ റേഷ്യോ 1:1 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1:1 ആണ് സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള റേഷ്യോ വരിക. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. അതായത് ഇതിലെ ഏറ്റവും കുറവിൽ നിന്ന് കൂടുതൽ എന്നുള്ള രീതിയിൽ ശബ്ദതരംഗങ്ങളുടെ പ്രവേഗം എങ്ങനെ വരും എന്നുള്ളത് പറയണം. അപ്പോ ശുദ്ധജലം, വായു, സമുദ്രജലം ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആരോഹണക്രമം അപ്പൊ ഏറ്റവും ചെറുതാണല്ലോ ആദ്യം വേണ്ടത്. ഏറ്റവും പ്രവേഗം കുറഞ്ഞത് ശബ്ദതരംഗങ്ങൾക്ക് ഏറ്റവും പ്രവേഗം കുറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? വായുവിലാണ്. പിന്നെ അതിനേക്കാൾ കൂടുതലാണ് ശുദ്ധജലത്തിൽ, ഏറ്റവും കൂടുതലാണ് സമുദ്രജലത്തിൽ. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 2, 1, 3. വായുവിൽ ഏറ്റവും കുറവ്, കുറച്ചും കൂടി കൂടുതൽ ശുദ്ധജലത്തിൽ, അതിലും കൂടുതലായിരിക്കും സമുദ്രജലത്തിൽ. ഇതാണ് പ്രവേഗം ഓഫ് ശബ്ദതരംഗങ്ങൾ. എവിടെ? നമ്മുടെ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളിലുള്ള പ്രവേഗം, ശബ്ദതരംഗങ്ങളുടെ പ്രവേഗം ഈ ഒരു ഓർഡറിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ എത്ര ശതമാനമാണ് ഭൂമിയും ആദിത്യ L1 തമ്മിലുള്ളത്? അത് കൃത്യമായിട്ട് നമുക്ക് കറണ്ട് അഫെയറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ 1% അത് നിങ്ങളൊരു ഫാക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അതായത് കറണ്ട് അഫെയറിൽ നിന്ന് എടുത്തൊരു ഫാക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അവിടെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. ആദിത്യ L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെ നിലകൊള്ളുന്നു. ഇത് ഭൂമി സൂര്യൻ ദൂരത്തിന്റെ 1%. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ 1% ഡിസ്റ്റൻസിലാണ് ആര് നിൽക്കുന്നത്? ഭൂമിയും ആദിത്യ L1 തമ്മിൽ നിൽക്കുന്നത്. അതായത് ആ ഭൂമിയും ആദിത്യ L1 തമ്മിലുള്ള ദൂരം 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. ആ 1.5 ദശലക്ഷം എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ 1% 1.5 ദശലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം ഓർ പദ്ധതി അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിന്റെ ഫുൾ ഫോം നിങ്ങൾ അറിയണം. NSM എന്ന് പറയുന്നത് നാഷണൽ സോളാർ മിഷൻ ആണ്. NLCIL എന്ന് പറയുന്നത് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് ആണ്. NISC എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ആണ്. അപ്പൊ ഇതില് സൗരോർജവുമായി ബന്ധമില്ലാത്ത പദ്ധതി അല്ലെങ്കിൽ സ്ഥാപനം വരുന്നത് സെക്കൻഡ് ആണ്. NLCIL എന്ന് പറയുന്നത് കോളുമായി ബന്ധപ്പെട്ടതാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ്. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി 2 ആണ് സൗരോർജ വികസനവുമായി ബന്ധമില്ലാത്തത്. NSM നാഷണൽ സോളാർ മിഷൻ, NISC നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി, അതിന് രണ്ടിനും സൗരോർജ വികസനവുമായി ബന്ധമുണ്ട്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിന് ആണ് സ്പോഞ്ചി അയോൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്, കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അമോണിയ അഥവാ NH3 ഉൽപാദനത്തിലാണ് സ്പോഞ്ചി അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ഡി സിങ്ക്. അതൊക്കെ അറിയാവുന്നതായിരിക്കും, ബേസിക് ഫാക്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. തെറ്റായതാണ്ട് ചോദിക്കണം. അപ്പൊ ശരിയുള്ളതൊക്കെ നമുക്ക് നോക്കിപ്പോണം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ശരിയാണ്. ഹൈഡ്രജൻ ആകെ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണാണുള്ളത്. അപ്പൊ ന്യൂട്രോൺ ഇല്ല ഹൈഡ്രജനെ സംബന്ധിച്ച്. അപ്പൊ അത് ശരിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. അതും ശരിയാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് ഫ്ലൂറിനാണ്. അത് ശരിയാണ്. അടുത്തത്, ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യാസമായ മൂലകമാണ് ഹൈഡ്രജൻ. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു ഹൈഡ്രജൻ ന്യൂട്രോൺ ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജന് ന്യൂട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം ആണ്. ഇതിൽ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സി ആണ് തെറ്റായിട്ടുള്ളത്. ഡിയും കൂടി നോക്കാം.
ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. അപ്പൊ സിങ്ക് ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സിന്റെ, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻസ് ഫുള്ള് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നൽകുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്ലനേഷന്റെ ഉദ്ദേശം. ഏത് മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ ആ രീതിയിൽ ഇനി എക്സാം ഉള്ളവർ പഠിക്കുക. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.